കോഴിക്കോട് നിന്ന് ഷാജി കൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഷാജി, എന്താ പറയാനുള്ളത്? സാർ നമസ്കാരം. 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 ഞാൻ വളരെ കാലമായിട്ട് ജനം ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മുടെ സബ്ജക്ട് ഇന്ന് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ കൂടി ഞാൻ സാറിനോട് മിനിമം രീതിയിൽ ഒരു കാര്യം പറയാം. കേരളത്തിൽ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇവിടെ ഒരു മാഫിയ ഭരണമാണ് നടക്കുന്നത്. അതിന്റെ ഒരു രക്തസാക്ഷി കൂടിയാണ് ഞാൻ. വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വകാര്യമായ ജീവിതത്തിൽ പോലും ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നും ഈ സമൂഹത്തിൽ ജനങ്ങൾ എന്ത് ഭക്ഷിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ആരൊക്കെ ജീവിക്കണമെന്നും എവിടെ ജീവിക്കണമെന്നും ആരൊക്കെ ജീവിക്കണ്ട എന്നും വ്യക്തമായ രീതിയിൽ ഒരു പ്രീ പ്ലാനോട് കൂടി കുറച്ച് ആളുകൾ ഒരു മാഫിയ സംസ്കാരത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കേരളത്തിന്റെ ഈ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് ഒരു ഹിന്ദു ആണെങ്കിൽ, ഞാനിപ്പം വർഗീയത പറയുകയാണെന്ന് സാർ തെറ്റിദ്ധരിക്കരുത്, പ്രത്യേകിച്ച് ഒരു ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിന്റെ ഒരു ഐഡന്റിറ്റി പബ്ലിക്കായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു തരത്തിലും സമൂഹത്തിൽ അവന് തലയോർത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളത്. അവനെ തകർത്ത് കളയാനുള്ളതായിരിക്കുന്ന പലതരത്തിലുള്ള അടവുകൾ, 18 അടവുകൾ തകർത്ത് കളയുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ പ്രശ്നങ്ങൾ, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് പണ്ട് കാലത്ത്. ഇന്ന് ഞാൻ ആ സംസ്കാരം ഉൾക്കൊള്ളുന്നില്ല. അതിന് കാരണം എന്റെ അച്ഛനൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ഈ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടവരുണ്ടായിരുന്നായിരിക്കുന്ന പ്രിവിലേജ് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദികള്, അതുപോലെ തട്ടിപ്പുകാര്, അതുപോലെ അങ്ങനെയുള്ള എല്ലാ അധർമ്മങ്ങളെയും എല്ലാ നന്മകളെയും തകർത്തുകൊണ്ട് എല്ലാ അധർമ്മങ്ങളെയും ഈ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തുള്ളത്. ഈ സംസ്ഥാനം രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോ ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭരണ സംവിധാനം എന്നേക്കുമായി എടുക്കപ്പെട്ടു പോയില്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ജീവിക്കാൻ പ്രയാസമാണ്. ഭാവി തലമുറ, ഇനി ഈ പുതിയ ജനറേഷൻ ഉണ്ടല്ലോ, ഈ പുതിയ ജനറേഷന് ഒരു പ്രതീക്ഷയില്ലാതെ അവർ നാട് കടന്നും കടൽ കടന്നും മറ്റു സംസ്ഥാനങ്ങളിൽ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന്റെ കാര്യം ഇവിടെ യാതൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ്. യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്ത, യാതൊരു വിവരവും ഇല്ലാത്ത, യാതൊരു ഒരു എന്താ പറയാ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ ഒന്നും തന്നെ പേറാത്ത ഒരു മാഫിയ സംസ്കാരമാണ്, മാഫിയ ഭരണമാണ് നടക്കുന്നത്. സാർ, ഇത് ഈ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, സംസ്കാരത്തിന്റെ കാര്യത്തിലും എല്ലാം തന്നെ സാധാരണക്കാർ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ്. വ്യക്തിപരമായിട്ട് ഞാൻ സാറിനോട് പറയാം, വ്യക്തിപരമായിട്ട് ഭിന്നശേഷിയുള്ള എന്റെ മകൾക്ക് വേണ്ടി പാസ്സായ ഒരു റോഡ്, ആ റോഡ് അട്ടിമറിച്ച് അതിന് പലതരത്തിലുള്ള തന്ത്രങ്ങൾ, ഞാൻ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് കോഴിക്കോട് ജില്ലാ കളക്ടർ നടപടി 2 പ്രാവശ്യം പരാതി കൊടുത്തിരുന്നു, അത് നടപടി ഉണ്ടായിട്ടില്ല. അതുപോലെ പഞ്ചായത്തിൽ നടപടി കൊടുത്തിരുന്നു, നടപടി ഉണ്ടായിട്ടില്ല. എന്റെ ഞാൻ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞൊരു വ്യക്തിയാണ്. എന്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഒരു ജ്യോത്സ്യനായ എനിക്ക് ആ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങി ഓടിക്കാം എന്ന് വെച്ചപ്പോൾ ആ ഓട്ടോറിക്ഷ പോകുന്ന 10-12 വർഷമായി ഓട്ടോറിക്ഷ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എന്റെ റോഡ് ഈ ഭിന്നശേഷി വിഭാഗത്തിൽ, എന്റെ മൂത്ത മോള് ഭിന്നശേഷിയുള്ള കുട്ടിയാണ്, അവർക്ക് വേണ്ടി പാസ്സായ റോഡ് വരെ അട്ടിമറിച്ച് ഇങ്ങനെ അത്യാവശ്യ സാമൂഹ്യ ബോധവും നിയമവൽക്കരിക്കാനുള്ള എന്നെ പോലും ഇങ്ങനെ തകർത്ത് കളയുന്ന രീതിയിൽ ഇവിടെ ഈ തരത്തിലുള്ള സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു വിവരമില്ലാത്ത സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റാത്തതായിരിക്കുന്ന ആളുകൾ എത്രയുണ്ട്. അവരൊക്കെയും വളരെ ദുഃഖത്തിലാണ്. ഈ ഭരണം ഇവിടുന്ന് മാറിയേ പറ്റൂ, ഈ സംസ്ഥാനം ഇവിടുന്ന് മാറിയേ പറ്റൂ. ഷാജി, എന്തായാലും മാറ്റം ഉണ്ടാകും, മാറ്റം വരും.